ഓന്തുകൾക്ക് നിറം മാറാൻ പറ്റുമെന്നുള്ളത് നമ്മൾ വളരെ സാധാരണമായിട്ട് വിശ്വസിക്കുന്നതാണ്. അങ്ങനെ ഓന്തുകൾക്ക് അവയുടെ ഇഷ്ടപ്രകാരം നിറം മാറാനൊന്നും പറ്റില്ല. ഒരു പച്ച ഇലകളുടെ ഇടയിൽ നിൽക്കുമ്പോൾ പച്ചയും, ഒരു ചെങ്കല്ലിൻ്റെ മുകളിലെത്തുമ്പോൾ ചുവപ്പ് കളറും, അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ തടിയുടെ മുകളിലെത്തുമ്പോൾ അല്പം ഇരുണ്ട കളറിലേക്കൊന്നും അതിനങ്ങനെ മാറാൻ പറ്റില്ല. പൊതുവേ നമ്മൾ കാണുന്ന നമ്മുടെ നാട്ടിലുള്ള ഓന്ത് എന്ന് പറയുന്നത് ഗാർഡൻ ലിസാർഡ് എന്ന് പറയുന്ന ഓന്താണ്. വെർസിക്കളർ എന്നാണ് അതിൻ്റെ സ്പീഷീസ് നാമം. വെർസിക്കളർ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത കളറുകൾ എന്ന് ഉണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത് പല കളറുകളിലെ മോഫുകൾ അവയെ കാണാമെന്നാണ്. കലോട്ടസ് എന്ന് പറയുന്ന വിഭാഗമാണ് ഈ തരത്തിലുള്ള ഓന്തുകൾ ഉണ്ടാകുക. ഇവയ്ക്കൊക്കെ ഉള്ളത് ക്രോമോഫോറുകൾ എന്ന് പറയുന്ന ഒരു തരം പിഗ്മെൻറ്റുകൾ അവയുടെ തൊലിയുടെ അടിയിലുണ്ട്. പല ലെയറുകളായിട്ട്, പല ലെയറുകളാണ്. സാന്തോഫോറുകൾ, ഇറിഡസെൻ്റ്, ഇറിഡോഫോറുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 4 ലെയറുകളുണ്ട്. ഇവ ഒരു നാനോ ക്രിസ്റ്റലുകൾ പോലെയൊക്കെ ആയിരിക്കും. അവയുടെ ക്രമീകരണം ഇവർക്ക് വലിച്ചും ചുരുക്കിയും ഒക്കെ മാറ്റാൻ പറ്റും. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിൽ ഉണ്ടാകുന്ന പ്രകാശം തട്ടിയിട്ട് പ്രതിഫലിക്കുന്നതിൻ്റെ വേവ് ലെങ്ത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഈ കളറിൻ്റെ നമ്മൾ കാണുന്ന കാഴ്ചയുടെ കളറുകളിൽ ചെറിയ വ്യത്യാസം വരുത്തും. പക്ഷെ നമ്മൾ കരുതുന്നത് പോലെ വലിയ മാറ്റമൊന്നും വരുത്താനുള്ള കഴിവില്ല. ഇവയിൽ വളരെ ചെറിയ തോതിൽ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അത് തന്നെ ചെയ്യുന്നത് കാമഫ്ലാഷിന് വേണ്ടിയാണെന്ന് നമ്മൾ പറയുമെങ്കിൽ, അതായത് ചുറ്റുപാടുകളിൽ നിന്നും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലെ രൂപം അതിന് അലിഞ്ഞു ചേരുന്ന വിധത്തിലാകാനാണ് സാധാരണ ഉപയോഗിക്കുക എന്ന് പറയുമെങ്കിൽ അങ്ങനെയല്ല എന്നാണ് പുതിയ പഠനങ്ങൾ. അതൊന്നും ഓന്ത് കൺസിഡർ ചെയ്യുന്നില്ല. അത് പ്രധാനമായിട്ടും ചിലപ്പോൾ തെർമൽ റെഗുലേഷന് വേണ്ടിയിട്ട്, അതായത് ചൂട് കൂടുകയും വെയിൽ കൂടുകയൊക്കെ ചെയ്യുമ്പോൾ, ഇവയൊക്കെ ശീതരക്ത ജീവികളാണ്. അപ്പോൾ ബാസ്കിങ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. വെയിലത്ത് വന്നിട്ട് നമുക്കറിയാം വേലിപ്പടർപ്പിൻ്റെ മുകളിലും ഒക്കെ ഓന്ത് വന്ന് നിൽക്കുന്നത് ചൂട് കൊള്ളാനാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ചൂട് കുറഞ്ഞ സമയത്തും ചൂട് കൂടിയ സമയത്തും ഇവയുടെ ഉള്ളിലുള്ള ചൂടിൻ്റെ അളവ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പുറത്തെ ഈ കളറിനെ ഡെപ്തിനെ മാറ്റാൻ വേണ്ടി അവർക്ക് പറ്റും. പിന്നെയുള്ളത് സെക്ഷൽ സെലക്ഷന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും. ഓന്തുകൾ പെണ്ണോന്തുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആണോന്തുകൾ, നമ്മൾ സാധാരണ കാണുന്ന ഓന്തുകളൊക്കെ അവയുടെ മുഖം, മേൽക്കൈ, കഴുത്തിൻ്റെ അടിഭാഗമൊക്കെ ചുവപ്പ് കളറാകുന്നത്. അതിനാണ് നമ്മൾ പലപ്പോഴും ഓന്ത് ചോര കുടിക്കുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് ചെറുപ്പത്തിൽ എന്നെയൊക്കെ പേടിപ്പിച്ചിട്ടുണ്ട്. കുട്ടികളുടെയൊക്കെ ഈ പൊക്കിളൊക്കെ നമ്മൾ ഷർട്ട് ഇടാതെയൊക്കെ നടക്കുകയാണെങ്കിൽ അതിലൂടെ ഓന്ത് ചോര വലിച്ചു കുടിച്ചിട്ടാണ് അത് ചോക്കുന്നതെന്ന് പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഓടി നമ്മൾ അല്ലെങ്കിൽ പൊക്കിൾ പൊത്തിപ്പിടിച്ചുകൊണ്ട് ഓടുമായിരുന്നു. യഥാർത്ഥത്തിൽ അത് പെണ്ണോന്തിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവയുടെ മീറ്റിംഗ് പീരീഡുകളുടെ സമയത്ത് അവ മാറ്റുന്ന അവയുടെ ശരീരത്തിൽ വരുത്തുന്ന ഒരു കളർ ചേഞ്ച് മാത്രം, അല്ലാതെ ഇത് ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്യാനോ സാഹചര്യത്തിനനുസരിച്ചിട്ട് മാറാനോ അല്ല.